ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് ഫ്രൈയും കപ്പയുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കപ്പ നമ്മളെന്ത് ചെയ്യുന്ന നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി സെറ്റാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കപ്പ ഏകദേശം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യാം, കഴുകി എടുക്കാം. നമ്മളെ ചങ്ക് പ്രോയുമായ രജീഷ് ചേട്ടനാണ് നമുക്ക് കപ്പ കഴുകി തരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിത് കഴുകി, അപ്പോൾ ഒന്നുകൂടി നമുക്കിത് ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളിത് കഴുകി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴുകി സെറ്റാക്കി വെച്ച കപ്പ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. കപ്പ ഏകദേശം തിളച്ച് നല്ലോണം വേകാനുള്ള സെറ്റാകുന്നുണ്ട്. ഏകദേശം നമുക്ക് കുറച്ച് ആവശ്യത്തിന് പാകത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഏകദേശം 3 ടീസ്പൂണ് നമ്മൾ ഇടുന്നുണ്ട്. ഏകദേശം നോക്കി നമുക്ക് ചെയ്യാം, ബാക്കി നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത് ബീഫ് നമ്മൾ സെറ്റാക്കി പീസാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ ഏകദേശം ബീഫ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് അപ്പോൾ കൈ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് സുദേശാണ്, നമ്മളെ ചങ്ക് ബ്രോ ആണ്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നത് എത്ര ടീസ്പൂണാണ്? 1.5 ടീസ്പൂൺ. ഏകദേശം ഈ ഒരു അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി,
അപ്പം ബീഫ് ഏകദേശം 3 കിലോ നമ്മളെടുത്ത് ഉപ്പ് പാകത്തിന്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് കുറച്ച് ഒരു ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തത്. ഒരു ഏകദേശം ഒരു 2-3 ടീസ്പൂൺ, 3-4 ടീസ്പൂൺ നന്നാക്കി നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റിന് നോക്കും. അപ്പോൾ ഇത് നന്നായി സെറ്റാകുന്നുണ്ട്, അടിപൊളിയാക്കിയിട്ട് അങ്ങനെ കുഴച്ചുള്ള ബീഫ് മസാലയാണ്. അപ്പോൾ ഏകദേശം ഒരു 3 സ്പൂണ് നമുക്ക് ചേർക്കാം. 4 സ്പൂണ് ബീഫ് മസാല നമ്മൾ ചേർക്കുന്നത്. ഇവരെല്ലാം നമ്മളെ കട്ട സബ്സ്ക്രൈബറാണ്. എല്ലാവരും ആയി പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ എല്ലാതുള്ള ഉരുളി 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ സെറ്റാക്കിയ ബീഫ് ഇട്ട് കൊടുക്കാം. നോക്കാം, പതച്ച് സെറ്റായി കണ്ടിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി അടിച്ചു നോക്കാം. നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് ബാക്കിയുള്ള മസാല ഒക്കെ സെറ്റാക്കിയിട്ട് ചങ്ക് പൊള്ളാൻ മാറാത്. അപ്പോൾ ഇവർ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. ഫുള്ള് ഇഞ്ചി പേസ്റ്റൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നത്. ഫുൾ സപ്പോർട്ടാണ്. ആവശ്യമായ സവോള, ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, ഇതിന് മല്ലി, പുതിന, കറിവേപ്പില. ഇതാണ് ബീഫ് ഫ്രൈക്ക് ആവശ്യമായ സാധനം. നോക്കിയാറേ, അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ എല്ലാതുള്ള ഉരുളി. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈൻ്റെ സെറ്റപ്പിലേക്ക് കിടക്കുന്ന. അപ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അപ്പോൾ ചതച്ച് വെച്ച ആ വെളുത്തുള്ളി. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ഇതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യമായ പച്ചമുളക്, അരിഞ്ഞു വെച്ച ചുവന്നുള്ളി കൂടി ചേർക്കുക. നന്നായി ഒന്ന് സെറ്റാക്കി ഇളക്കുക. ആവശ്യമായ സവോള ചേർക്കുന്നു.
നന്നായി എന്ത് ചെയ്യുക, വഴറ്റിയിടും. അപ്പോൾ ചെറുനാരങ്ങൻ്റെ പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും ഇതിൽ ചേർക്കണം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. മുളക് പൊടി ഏകദേശം 1.5 ടീസ്പൂൺ. ടീസ്പൂൺ വെച്ചാൽ കാണുന്ന സ്പൂണാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്നു. ഈ ആവശ്യത്തിന് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചും ഈ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചും നമുക്ക് ചേർക്കാം. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. പാകത്തിന് കറിവേപ്പില, ഉപ്പ് പാകത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളെ സെറ്റാക്കി വെച്ചാൽ മല്ലി പുതിന അതും കൂടി ഇതിലിട്ടിട്ട് നന്നാണെന്ന് ഇളക്കി സെറ്റാക്കിയാൽ 10-15 മിനിറ്റ് നമ്മൾ അടിച്ച് വെച്ചിട്ട് അടാറ് മണാട്ടാ, ഒരു രക്ഷയില്ല. മണം കൊണ്ട് ഇങ്ങനെ വെക്കണ്ട, ഇങ്ങനെ റെഡിക്ക് മണം. അപ്പോൾ നേരെ സെറ്റാക്കി നമ്മളെന്ത് ചെയ്തു, ഇത് അപ്പോൾ ഇത് ഇറക്കി വെക്കാം. ഇറക്കി വെക്കൂ. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈയും കപ്പയും കൂടിയും ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മളെ ചങ്ക് സബ്സ്ക്രൈബർമാരും കട്ട സപ്പോർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട്. ചോദിക്കാം നമുക്ക് അഭിപ്രായം എങ്ങനെയുണ്ട്. എന്താ പൂസ എങ്ങനെയുണ്ടോ? അടിപൊളി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.